അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മിൽക്കി നട്ട് കേക്ക് ആണ്. അപ്പൊ അതിനാദ്യമായിട്ട് തന്നെ 1.5 കപ്പ് മൈദയും 1.5 കപ്പ് ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും പിന്നെ ഒരു ഇഞ്ച് ഉപ്പും ചേർത്ത് നമുക്കൊരു 3 തവണയെങ്കിലും അരിച്ചെടുക്കാം. അരിച്ചെടുത്തതിന് ശേഷം പിന്നെ കുറച്ച് കാഷ്യൂനട്ടും അതുപോലെ തന്നെ ബദാമും എടുത്ത് പൊടിച്ചതിന് ശേഷം നമ്മൾ അരിച്ചു വെച്ച മൈദ മിക്സിലേക്ക് നമ്മൾ ഇത് ചേർത്ത് കൊടുക്കുക. അധികം പൊടി പോലെ പൊടിച്ചെടുക്കാതെ ചെറിയ ചെറിയ കഷ്ണങ്ങളായി പൊടിച്ചെടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് തന്നെ ഈ മൈദ മിക്സും ഈ കാഷ്യൂനട്ടും ബദാമും അടിച്ചെടുത്ത മിക്സും കൂടെ നന്നായി എന്നിട്ട് നമ്മളൊരു പാത്രത്തിൽ 3 മുട്ട എടുത്തിട്ട് നല്ലോണം ബീറ്റ് ചെയ്യുക. നല്ല ക്രീമി ആയിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് അതിൽ ഒരു സ്പൂണ് വാനില വീണ്ടും നല്ലോണം ബീറ്റ് ചെയ്തെടുക്കുക. നല്ലോണം പതഞ്ഞ് വരുന്നവരെ നമ്മൾ ബീറ്റ് ചെയ്തെടുക്കണേ. എന്നിട്ട് നമ്മളൊരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് വേണം ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതിൽ നമ്മളൊരു 1/2 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുള്ളത്. എന്നിട്ട് നല്ലോണം വീണ്ടും ബീറ്റ് ചെയ്തെടുക്കുക വേണ്ടേ. എന്നിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ഇൻഗ്രീഡിയൻസ് നമ്മൾ കുറച്ചായിട്ട് ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടത്. ഇത് നമ്മൾ ഒരു സൈഡിൽ മാത്രമേ ഇങ്ങനെ മിക്സ് ചെയ്യാൻ പാടുള്ളൂ. ഇതുപോലെ തന്നെ ഈ പൊടി നമ്മൾ കുറച്ചായിട്ട് മാത്രം ചേർത്തിട്ട് നല്ലോണം ഒറ്റ സൈഡിൽ മാത്രം ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ 1 ഇഞ്ച് വരുന്ന ബേക്കിംഗ് ട്രേയിൽ നമ്മൾ ഈ മിക്സ് ചേർത്ത് കൊടുക്കുക. അതിന് മുന്നേ നമ്മളൊരു ബട്ടർ പേപ്പറിൽ കുറച്ച് ബട്ടർ സ്പ്രെഡ് ആക്കിയിട്ട് നമ്മൾ ഈ മിക്സ് ചേർക്കുക. ബട്ടർ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പൈത്തൻ്റെ പൊടി ഇതിലേക്ക് സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുക. ടാപ്പ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ എയർ ബബിൾസ് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടാപ്പ് ചെയ്യുന്നത്. അതിനൊരു ടൂത്ത് പിക്ക് വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സും ചെയ്ത് കൊടുക്കുക. ആ മോൾ വശം മാത്രം ഒന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും നല്ലോണം ടാപ്പ് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊന്ന് ബേക്ക് ചെയ്യാൻ വെച്ച് കൊടുക്കാം. നമുക്കിത് ഓവനിലും ചെയ്യാം, അതുപോലെ തന്നെ കുക്കറിൽ ചെയ്യാം. ഞാനിവിടെ ചെയ്യുന്നത് ബിരിയാണി ചെമ്പിലാണ്. ബിരിയാണി ചെമ്പ് ചെയ്യുന്ന സമയത്ത് നമ്മളിത് ബിരിയാണി ചെമ്പിൽ വെക്കുന്നുണ്ട് തന്നെ ബിരിയാണി ചെമ്പ് പ്രീ ഹീറ്റ് ചെയ്യണം ആദ്യമേ. എന്നിട്ട് മാത്രമേ നമ്മളിത് വെക്കണ്ടൂ. എന്നിട്ട് നമുക്ക് ലെയർ കട്ട് ചെയ്യുമ്പോൾ അതിലേക്ക് സിറപ്പ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പാലും അതുപോലെ തന്നെ കുറച്ച് പഞ്ചസാരയും പിന്നെ കുറച്ച് ഫ്രഷ് ക്രീം ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഫ്രഷ് ക്രീമിന് പകരം നമുക്ക് വേണമെങ്കിൽ കണ്ടൻസ് മിൽക്കും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ കുറച്ച് ഫ്രഷ് ക്രീമും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൽ ചേർക്കാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ സിറപ്പ് ഉണ്ടാക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ 150 ഗ്രാം വൈറ്റ് കോമ്പൗണ്ട്, അതുപോലെ തന്നെ മെൽറ്റ് ചെയ്ത ബട്ടർ, പിന്നെ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് നന്നായിട്ട് മെൽറ്റ് ചെയ്ത് ഇത് 3 നല്ലോണം മെൽറ്റ് ചെയ്ത ശേഷം നമ്മൾ നല്ല ക്രീമി കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ മെൽറ്റ് ചെയ്യാൻ. എന്നിട്ട് നമ്മളൊന്ന് അരിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ കുറച്ച് നട്ട്സ് എടുക്കുക. ആദ്യം നമ്മൾ കുറച്ച് കാഷ്യൂനട്ടും അതുപോലെ തന്നെ ബദാം എടുത്തിട്ട് നല്ലോണം റോസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഇതുപോലെ ക്രഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് ഫ്രഷ് ക്രീം നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് കേക്കിൽ ആക്കേണ്ട വിപ്പിംഗ് ക്രീം നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല എന്താ പറയുക, നല്ല ഇങ്ങനെ വീഴാത്ത പരുവത്തിലാണ് നമ്മൾ ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നല്ല തിക്കായിട്ടാണ് ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ കുറച്ച് സമയം എടുത്തിട്ട് തന്നെ നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ഒരു 25 മിനിറ്റ് ആകുമ്പോൾ നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ബേക്ക് ആയിട്ട് വന്നിട്ടുണ്ടാവും. ഒരു ടൂത്ത് പിക്ക് എടുത്ത് ഇതിനെ കുത്തുന്ന സമയത്ത് അതിനെ പറ്റി പിടിക്കുന്നതിന് കേക്ക് നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ടെന്ന് അർത്ഥം. അപ്പൊ നമുക്ക് ആദ്യം ഇനി കേക്കിൽ ക്രീം സ്പ്രെഡ് ചെയ്യാനുള്ള പരിപാടി നോക്കാം. അപ്പൊ ആദ്യം നമ്മളൊരു
ഫസ്റ്റ് ലെയർ നമ്മൾ ആദ്യം ഇതുപോലെ വെച്ച് കൊടുത്ത ശേഷം അതിൽ നമുക്ക് കുറച്ച് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച മിൽക്ക് സിറപ്പ് ഉണ്ടല്ലോ, അത് നമുക്ക് ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ബീറ്റ് വെച്ചിരുന്ന വിപ്പിംഗ് ക്രീം കൂടി ചേർത്തിട്ട് നന്നായിട്ട് നിന്ന് എല്ലാ സൈഡിലും നല്ല മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് അങ്ങനെ ഓരോ ലെയറും ഇതുപോലെ ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ കുറച്ച് വൈറ്റ് ബാർ എടുത്തിട്ട് നല്ലോണം ഇങ്ങനെ ക്രഷ് ചെയ്തിട്ട് ഓരോ സൈഡിലേക്ക് ഇങ്ങനെ എന്താ പറയാ ഇട്ട് കൊടുക്കാം. അതുപോലെ സിറപ്പ് ഒഴിച്ച് എല്ലാ ലെയറും ക്രീം ചേർത്തിട്ട് എല്ലാ ലെയറും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം നമുക്ക്. അങ്ങനെ നമ്മൾ ലാസ്റ്റ് ലെയർ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇതിൽ ഡെക്കറേറ്റ് ചെയ്യാം. നല്ല ഫിനിഷിങ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കാർഡ് എടുത്തിട്ട് നല്ലോണം ഇങ്ങനെ എന്താ പറയുക ഒന്ന് സൈഡൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ മുകളിലും ഫുൾ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നല്ല ഫിനിഷിങ് ലുക്കാക്കി എടുക്കാം നമുക്ക് കേക്കിനെ. നമ്മൾ ഈ കേക്കിൽ 2 പ്രാവശ്യം ബേക്ക് ചെയ്തിട്ട് ആക്കിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് 5 ലെയറാണ് കിട്ടിയിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ കേക്കിൽ ഫിനിഷ് ചെയ്ത ശേഷം നമുക്ക് നമ്മൾ ഉണ്ടാക്കിച്ച സിറപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ സിറപ്പാണ് ഈ കേക്കിൽ സ്പെഷ്യൽ ടേസ്റ്റ് വരുന്നത്. ഈ സിറപ്പ് 3 ചോക്ലേറ്റ് വരുന്നോണ്ട് തന്നെ ബട്ടറൊക്കെ ചേർത്തോണ്ട് തന്നെ അടിപൊളി ടേസ്റ്റ് ഈ സിറപ്പ് കഴിക്കാൻ. എന്നിട്ട് അതിൽ നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിരുന്ന ബദാമും അതുപോലെ തന്നെ കാഷ്നട്ടും ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇങ്ങനെ സൈഡിലും പിന്നെ കുറച്ച് മുകളിലൊക്കെ ആയിട്ട് നല്ലോണം നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം. ഈ കേക്ക് അങ്ങനെ സെറ്റ് ആയിട്ടുണ്ട്. ഇതാ നമ്മളെ മിൽക്കി നട്ട് കേക്കിയുടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇത് ഭയങ്കര ടേസ്റ്റ് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട് ആ സിറപ്പാണ് ഇതിലെ സ്പെഷ്യൽ ടേസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഇതിൽ നട്ട്സും അതുപോലെ തന്നെ കുറെ ചോക്ലേറ്റ്സ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാം. വേറൊരു കേക്കും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ബാർബി കേക്ക്.